നമസ്കാരം ഫ്രണ്ട്സ്, എൻ്റെ പേര് രാഹുൽ ആൻഡ് എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇത് എൻ്റെ രണ്ടാമത്തെ എപ്പിസോഡാണ് നമ്മൾ ഡിസ്കസ് ഫിഷ് ഫാക്ട്സ്. ഞാൻ കുറച്ച് മാസം മുമ്പേ തുടങ്ങിയിരുന്നു ഡിസ്കസിനെ പറ്റി ചെറിയ ചെറിയ ക്ലിപ്സ്. സോ ഇതിന്റെ ടൈറ്റിൽ പറയുന്ന പോലെ തന്നെ വാട്ടർ പാരാമീറ്റേഴ്സ് ഡിസ്കസിന്റെ വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. ഡിസ്കസ് വെക്കുന്ന ആൾക്കാർക്ക് ഇതിനെപ്പറ്റി ഓൾറെഡി അറിയാം, പക്ഷേ ഇതൊരു ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ, ഷോർട്ട് ആൻഡ് സ്വീറ്റ്. സോ 3 കാര്യങ്ങളാണ് വളരെ വളരെ പ്രധാനപ്പെട്ടത്. ഒന്ന് വാട്ടർ TDS, പിന്നെ നമ്മൾ വെള്ളത്തിന്റെ pH ലെവൽ, പിന്നെ വെള്ളത്തിന്റെ ടാങ്കിന്റെ ടെമ്പറേച്ചർ. സോ ഈ 3 കാര്യങ്ങളാണ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഡിസ്കസ് ഫിഷിനെ പറ്റി സംസാരിക്കുമ്പോൾ, ഡിസ്കസ് ഫിഷ് വെക്കണമെന്നുണ്ടെങ്കിൽ. സോ ആദ്യത്തെ സംഭവം TDS. സോ TDS ഈസ് ടോട്ടൽ ഡിസോൾവ് സോളിഡ്സ്. ഞാനിത് എൻ്റെ കുറേ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഐഡിയൽ TDS ഫോർ ഡിസ്കസ് ബിറ്റ്വീൻ 100 to 150 ആണ് PPM. 200 TDSലും ഡിസ്കസ് നിൽക്കും, അങ്ങനെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ദ പോയിന്റ് ഇസ് ഡിസ്കസ് നമ്മൾ ജനറലി ഒറിജിനൽസ് ഫ്രം ആമസോൺ റിവർ. സോ സോഫ്റ്റ് വാട്ടർ ആണ് അതിന് വേണ്ടത്. ഹാർഡ് വാട്ടറിൽ ഡിസ്കസ് സർവൈവ് ചെയ്യുന്ന ഭയങ്കര പ്രശ്നമായിരിക്കും. സോ ദ പോയിന്റ് ഇസ്, ഇപ്പോൾ ചില സ്ഥലത്ത്, ഇപ്പോൾ ഞാൻ ബാംഗ്ലൂരിലാണ്, അപ്പോൾ കുറേ സ്ഥലത്ത് നമ്മളിവിടെ ഹാർഡ് വാട്ടർ ആണ്, ബോർവെൽ വെള്ളമാണ്. അപ്പോൾ ബോർവെൽ വെള്ളത്തിൽ ഭയങ്കര ഹാർഡ്നെസ് ആണ്. അപ്പോൾ അങ്ങനത്തെ ഒരു വെള്ളത്തിൽ ഡിസ്കസ് സർവൈവ് ചെയ്യുന്ന കുറച്ച് പ്രശ്നമാണ്. അപ്പോൾ അതിന് ഓരോരോ പ്രശ്നങ്ങൾ വരേണ്ട സാധ്യതകളുണ്ട്. സോ സോഫ്റ്റ് വാട്ടർ ആണ് നമുക്ക് മെയിൻ ആയിട്ട് നോക്കേണ്ടത്. അതേപോലെ നമ്മൾ എന്താ പറയുക, നമ്മൾ ഡിസ്കസ് ബ്രീഡിങ് ചെയ്യുന്നുണ്ടെങ്കിൽ 100-നെക്കാട്ടി ഇനിയും കുറവായിരിക്കണം നമ്മൾ ഹാർഡ്നെസ്. സോ ബിറ്റ്വീൻ 50 to 50 to 80 PPM ആയിരിക്കും. ചില പേര് ആക്ച്വലി അതിനെക്കാട്ടി കുറച്ചിട്ടാണൊക്കെയാണ് ബ്രീഡിങ് ചെയ്യുക. എന്താ വെച്ചാൽ ബ്രീഡിങ് ചെയ്യുമ്പോൾ ജാസ്തി ഹാർഡ്നെസ് ഉണ്ടെങ്കിൽ ഈ എഗ്ഗിന്റെ മുകളിൽ ഒരു കോട്ടിങ് എല്ലാം വന്നു കഴിഞ്ഞാൽ, കാൽഷ്യം ഡെപ്പോസിറ്റ്സ് പോലെ വന്നു കഴിഞ്ഞാൽ ഫെർട്ടിലിറ്റി ഇഷ്യൂസ് ഉണ്ടാവും, പിന്നെ ഹാച്ച് റേറ്റ്സ് കുറയും. അതിനെ കൊണ്ട് സോഫ്റ്റ് വാട്ടർ ആണ് നമ്മൾ ബ്രീഡിങ്ങിന്റെ സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത്. സെക്കൻഡ് ഇമ്പോർട്ടൻറ്റ് സംഭവമാണ് pH. നമ്മൾ ഐഡിയൽ pH ലെവൽസ് പറഞ്ഞാൽ 6.5 to 7.5 ആണ്. സോ 6.5 to 7.5 റേഞ്ച് ഇസ് ജനറലി ഗുഡ് ഫോർ ഐ തിങ്ക് എനി ഫ്രഷ് വാട്ടർ ഫിഷ്, നോട്ട് ഓൺലി സ്പെസിഫിക് ഫോർ ഡിസ്കസ്. പക്ഷേ ഏത് ഫ്രഷ് വാട്ടർ ഫിഷ് ആയാലും അതാണ്. 7.5 to 8 ലെവലിൽ പോയി കഴിഞ്ഞാൽ ഇറ്റ് മോർ ഓൺ ദി ആൽക്കലി സൈഡ്. അപ്പോൾ അത് വെള്ളത്തിൽ കുറെ പാരസൈറ്റ് ഒക്കെ വരേണ്ട കുറെ സാധ്യതയുണ്ട്. അതുകൊണ്ട് 6.5 to 7.5 ആണ് ഐഡിയൽ pH ലെവൽ ഫോർ എനി ഫ്രഷ് വാട്ടർ ഫിഷ്. ഈവൻ ഡിസ്കസ് ഇറ്റ്സ് വെരി വെരി ഗുഡ്. പിന്നെയാണ് നമ്മൾ പ്രധാനപ്പെട്ട സംഭവം, കുറെ പേര് ഇത് ചെയ്യുന്ന മിസ്റ്റേക്ക് ഉണ്ട്, ടെമ്പറേച്ചർ. ടാങ്ക് ടെമ്പറേച്ചർ ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് സംഭവമാണ് ഡിസ്കസിൻ്റെ ഇതിൽ. ഐഡിയൽ ടാങ്ക് ടെമ്പറേച്ചർ പറഞ്ഞാൽ 26 to 28 ഡിഗ്രീൻ്റെ ഉള്ളിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്താൽ ടാങ്കിൻ്റെ ടെമ്പറേച്ചർ ഡിസ്കസിന് ഒരു പ്രശ്നം ഉണ്ടാവില്ല. ട്രീറ്റ്മെന്റ് സമയത്ത് നമ്മൾ 30 to 32 ലെവലിലാണ് ഇതിന്റെ TDS നമ്മൾ വെക്കുക ജനറലി കുറച്ച് ഹീറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട്. സോ ഇതെല്ലാം അറിയാൻ വേണ്ടി നമുക്ക് വളരെ പ്രധാനപ്പെട്ട സംഭവം ഒരു തെർമോമീറ്റർ വേണം. കുറെ പേര് ഞാൻ കണ്ടിട്ടുണ്ട്, എൻ്റെ ഈ ചാനലിലും കുറെ പേര് കമന്റ്സ് അയക്കും, കുറെ വീഡിയോസ് അയക്കാറുണ്ട്. ടാങ്കിൽ തെർമോമീറ്റർ ഉണ്ടായാലേ നമുക്ക് ടാങ്കിന്റെ ടെമ്പറേച്ചർ അറിയത്തുള്ളൂ. തെർമോമീറ്റർ വളരെ വളരെ അത്യാവശ്യമാണ്. ഡിജിറ്റൽ ഒന്നും വേണ്ട, നോർമൽ ആയിട്ടുള്ള സംഭവം ഉണ്ടായാലും മതി, പക്ഷെ അത് വേണം. ഓക്കെ. പിന്നെ വേറൊരു സംഭവിച്ചാൽ, ഞാൻ എൻ്റെ കുറെ കമന്റ്സിൽ ഞാൻ കണ്ട സംഭവിച്ചാൽ, കുറെ പേര് പറയും വൈൽഡിൽ ഡിസ്കസ് തണുത്ത വെള്ളത്തിൽ നിൽക്കും, ഇങ്ങനത്തെ ഫുഡ് ഒന്നും അങ്ങനത്തെ ഫുഡ് ഒന്നും മീറ്റ് വേണമെന്നില്ല അങ്ങനെയൊക്കെ. പക്ഷെ വൈൽഡ് ഞാൻ പറയുന്നത് വെച്ചാൽ ആമസോൺ റിവറിൽ വൈൽഡിൽ ജനിച്ച് വളർന്ന ഡിസ്കസിന് ഒരു പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ നമ്മളിപ്പോ കാണുന്ന ഫിഷസ് ഇവിടെ ഉള്ളത്, എൻ്റെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ കാണുന്ന മീനെല്ലാം ഇവിടെ തന്നെ ഏതോ ഫിഷ് ടാങ്കിൽ നിന്ന് വളർന്ന് വന്ന് മീനുകളാണ്. അപ്പൊ അവർക്ക് ഇങ്ങനെ എന്താ പറയാ, വൈൽഡിൽ പോയി സർവൈവ് ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ വൈൽഡിലുള്ള ഫിഷ് നമ്മൾ വന്ന ഫിഷ് ടാങ്കിൽ ഇട്ടാൽ ചിലപ്പോൾ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അത് രണ്ടും വേറെ സ്പീസീസ് എന്ന് പറയാൻ പറ്റില്ല, ഒരേ സ്പീസീസ് ആണ്, പക്ഷെ വേറെ വേറെ റീജിയനിൽ നിന്ന് വന്ന സംഭവമാണ്. അപ്പോൾ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. എന്താ വെച്ചാൽ ചെറുപ്പം മുതൽ ഈ ഫിഷിന് നമ്മളിപ്പോ ഗോട്ട് ഹാർട്ട് മിക്സും എല്ലാം കൊടുത്തിട്ടെല്ലാം വളർത്തുന്നത്. അതിനെ പെട്ടെന്ന് എടുത്ത് നമ്മൾ വെജിറ്റേറിയൻ സാപ്പാട് കൊടുത്താൽ അത് തിന്നത്തില്ല, അതിനറിയത്തില്ല ഇത് ഫുഡാണെന്ന്. അപ്പൊ അങ്ങനത്തെ കുറെ സംഭവമുണ്ട്. സോ ദോ സെയിം സ്പീസീസ് ആണ്, പക്ഷെ അത് എവിടുന്ന് ജനിച്ച് വളർന്നതോ അത് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് ചെയ്യും. അതിന് മുകളിലാണ്. രണ്ട് മീനിനെ നമ്മൾ കമ്പയർ ചെയ്യാൻ പാടില്ല, അതാണ് ഒരു ഇമ്പോർട്ടൻറ്റ് സംഭവം. ഓക്കെ. സോ അടുത്ത വീഡിയോ അല്ല, അടുത്ത ചെറിയ എപ്പിസോഡ് വരുന്നവർക്കും ബൈ.